നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസി സിഎംഡി സ്ഥാനത്തേക്ക് പ്രമോദ് ശങ്കറിനെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. ബിജു പ്രഭാകറിന്റെ ഒഴിവിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തിയിരിക്കുന്നത്. ബിജു പ്രഭാകർ അവധിയിൽ പോയപ്പോൾ ആ സ്ഥാനത്ത് പ്രമോദ് ശങ്കർ ആയിരുന്നു ചുമതല വഹിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ പ്രമോദ് ജോയിന്റ് MD ആണ്. സ്വിഫ്റ്റ് CMD ചുമതലയും പ്രമോദ് ശങ്കറിന് നൽകി. IOFS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ബിജു പ്രഭാകർ പദവിയിൽ മാറ്റം ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ഈ ഇടയ്ക്കായിരുന്നു ഈ ഒരു സ്ഥാനമാനങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതേ തുടർന്ന് ബിജു പ്രഭാകറിനെ വ്യവസായ വകുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഗണേഷ് കുമാറുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും കൂടുതൽ ചുമതലകൾ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാലാണ് KSRTC MD സ്ഥാനവും ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയാൻ താൽപര്യമുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചതെന്നുമായിരുന്നു ബിജു പ്രഭാകർ നൽകിയ വിശദീകരണം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി ബിജു പ്രഭാകറിന് അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണെന്നും കിംവദന്തികൾ പ്രചരിക്കുന്നതിനിടയിലായിരുന്നു ബിജു പ്രഭാകർ അവധിയെടുത്തു പോയത്. അദ്ദേഹം അവധിയെടുത്തു പോയത് വ്യക്തിപരമായ കാര്യങ്ങൾക്കാണെന്നും ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഗതാഗത സെക്രട്ടറി സ്ഥാനത്തു നിന്നും ബിജു പ്രഭാകറിനെ മാറ്റിയിരിക്കുന്നു എന്ന വിവരം പുറത്തുവന്നത്. തലസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥരുടെ തലപ്പത്ത് അഴിച്ചുപണി നടത്തി വ്യവസായ വകുപ്പ് സെക്രട്ടറിയാണ് ബിജു പ്രഭാകറിനെ നിയമിച്ചത്. KSRTC CMD സ്ഥാനവും ഒഴിഞ്ഞിരുന്നു. ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് മാറ്റങ്ങൾ ഉണ്ടായത്. ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് KB ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം MD സ്ഥാനത്ത് തുടരുകയായിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണം എന്ന നിലപാടായിരുന്നു ബിജു പ്രഭാകർ ആദ്യം മുതൽ സ്വീകരിച്ചത്. ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട് ഭിന്നത രൂക്ഷമാക്കി. വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് MD സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. പിന്നാലെ അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചത് 10 ദിവസത്തേക്ക് മാത്രമാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും അദ്ദേഹം ഇപ്പോൾ അവധിയെടുത്തത് എന്തിനാണെന്ന് പോലും തനിക്ക് അറിയാമെന്നും അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരികയും KSRTC ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് നന്നായിട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ഒരു വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണമെല്ലാം നിലനിൽക്കവെയാണ് ഇപ്പോൾ ബിജു പ്രഭാകറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന വിവരം വന്നത്. എന്തായാലും ഇപ്പോൾ KSRTC CMD സ്ഥാനത്ത് ഇപ്പോൾ മറ്റൊരു വ്യക്തി വന്നിരിക്കുകയാണ്. എന്തായാലും ഈ സ്ഥാനത്ത് വന്ന പുതിയ വ്യക്തിയും ഗതാഗത മന്ത്രിയും തമ്മിൽ എങ്ങനെയായിരിക്കും ഓരോ നീക്കങ്ങൾ മുന്നോട്ട് പോക്ക് എന്നൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.